മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ പ്രിയപത്നി നൂർജഹാന്റെ മൂത്ത സഹോദരൻ അബുൽ ഹസൻ അസഫ് ഖാൻ എന്ന പ്രമാണിക്ക് അർജുമന്ത് ബാനു ബീഗം എന്നൊരു മകളുണ്ടായിരുന്നു. അവരുടെ ബുദ്ധിശക്തിയെയും സൗമ്യശീലത്തെയും സൗന്ദര്യത്തെയും സകലരും വാഴ്ത്തിയിരുന്നു. ആ പെൺകുട്ടിയാണ് പിൻകാലത്ത് മുംതാസ് എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടിയത്. 14-ാം വയസ്സിലാണ് രാജകുമാരനായ ഖുറോവുമായി അർജുമന്തിന്റെ നിക്കാഹ് നടക്കുന്നത്. 4 വർഷത്തിന് ശേഷം വിവാഹശേഷം അർജുമന്തിന് ഷാജഹാൻ മുംതാസ് എന്ന പേര് നൽകി, അഥവാ ശ്രേഷ്ഠ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോഴേക്കും ഷാജഹാന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഷാജഹാന്റെ 3-ാം ഭാര്യയാണ് മുംതാസ്. അതിനുശേഷവും അദ്ദേഹം വിവാഹങ്ങൾ കഴിച്ചിരുന്നു. മുംതാസ് അടക്കം അദ്ദേഹത്തിന് 10 ഭാര്യമാർ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വെറും രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് മാത്രമായിരുന്നു. ചക്രവർത്തിയുടെ മനസ്സിൽ ഇടം നേടിയത് മുംതാസ് മാത്രമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റ് മുഗൾ ചക്രവർത്തിമാരെക്കാളും സ്വാധീനം ഭരണകാര്യങ്ങളിൽ മുംതാസിന് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഷാജഹാനോടൊപ്പമായിരുന്നു മുംതാസ് എപ്പോഴും. അദ്ദേഹത്തിന്റെ എല്ലാ യാത്രകളിലും അവരായിരുന്നു സ്ഥിരം സഹചാരി. അനാരോഗ്യത്തിന് പോലും അവരെ പിന്മാറ്റാനായില്ല. രാജസദസ്സിലും അവർക്ക് സ്ഥാനമുണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ മുംതാസിന്റെ അഭിപ്രായത്തിന് ഷാജഹാൻ അങ്ങേയറ്റം വില കൽപ്പിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തിന് രാജമുദ്രയുടെ അധികാരം പോലും അവരിൽ നിക്ഷിപ്തമായിരുന്നു. മുംതാസിന്റെ അനുവാദമില്ലാതെ രാജകൽപ്പനകൾ നടക്കില്ല എന്നർത്ഥം. ഏറ്റവും സുഖസൗകര്യങ്ങളും സമ്മാനങ്ങളും ഷാജഹാൻ നൽകിയതും മുംതാസിന് തന്നെയായിരുന്നു. 19 വർഷം നീണ്ട ദാമ്പത്യത്തിൽ 13 കുട്ടികളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിൽ പലരും ജനനസമയത്തോ ചെറുപ്രായത്തിലോ മരണപ്പെടുകയായിരുന്നു. മുംതാസിന്റെ മകൻ ദാരോഷിക്കാവിനെയാണ് തന്റെ അനന്തരാവകാശിയായി ഷാജഹാൻ പരിഗണിച്ചിരുന്നത്. അങ്ങനെ രാജമാതാവിന്റെ പദവിയും അദ്ദേഹം പ്രിയപത്നിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. 13-ാം ഗർഭകാലത്ത് ഷാജഹാനോടൊപ്പം ബർഹാൻപൂരിലേക്ക് പുറപ്പെട്ടതായിരുന്നു മുംതാസ്. ഇത്തവണ വിധി അവരെ ചതിച്ചു. അതിതീവ്രമായ രക്തസ്രാവത്താൽ മുംതാസിന് ജീവൻ നഷ്ടമാവുകയായിരുന്നു. ചക്രവർത്തിക്ക് പ്രിയപ്പെട്ടവളായി ബർഹാപുരിയിലെ താപ്തി നദിക്കരയിൽ അവരെ അടക്കം ചെയ്യേണ്ടതായി വന്നു. ഷാജഹാൻ വിഷാദത്തിലേക്ക് കൂപ്പുകുത്തുകയും ഉണ്ടായി. മുംതാസിന്റെ വിയോഗം ഷാജഹാനെ വല്ലാതെ തളർത്തി. അദ്ദേഹത്തിന് പെട്ടെന്ന് ജര ബാധിച്ചു. ശരീരം തളരുകയും മുഖം ചുളിവുകളായി നിറയുകയും ചെയ്തു. മുംതാസ് മരിച്ചത് ഒരു ബുധനാഴ്ചയായിരുന്നതിനാൽ അതുകൊണ്ട് അന്നത്തെ ദിവസം ഷാജഹാൻ വിനോദങ്ങൾ നിരോധിച്ചു. മുംതാസിന്റെ മകൾ ജഹനാരയാണ് ഏറ്റവും പണിപ്പെട്ട് പിതാവിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. അധികം വൈകാതെ തന്നെ മുംതാസിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ സ്വർണ്ണ പേടകത്തിലാക്കി ഡൽഹിയിലെത്തിക്കുകയും ചെയ്തു. താപ്തി തീരത്ത് നിന്നും മുംതാസ് യമുന തീരത്തിലേക്ക് എത്തി. തന്റെ പ്രണയിനിക്ക് ലോകം ഇന്നോളം കണ്ടിട്ടില്ലാത്തത്രയും സുന്ദരമായ ഒരു കല്ലറ പണിയുവാൻ ഷാജഹാൻ തീരുമാനിച്ചു. അങ്ങനെ മുംതാസിന്റെ ഓർമ്മയിൽ 22 കൊല്ലമെടുത്ത് ഷാജഹാൻ പടുത്തുയർത്തിയ പ്രണയോപഹാരമാണ് താജ്മഹൽ. പേർഷ്യക്കാരനായ ഉസ്താദിസയാണ് താജ്മഹലിന്റെ ഡിസൈൻ തയ്യാറാക്കിയത്. മുഖ്യ താഴികക്കുടം ഡിസൈൻ ചെയ്തത് ഓട്ടോമൻ സാമ്രാജ്യത്തിൽ നിന്നെത്തിയ ഇസ്മായിൽ ഖാനായിരുന്നു. താജ്മഹലിന്റെ വെണ്ണക്കൽ ചുമരുകളിൽ കാണുന്ന അതിസുന്ദരമായ കാലിഗ്രാഫി നടത്തിയത് ഇറാൻ സ്വദേശി അമാനത്ത് ഖാന്റെ നേതൃത്വത്തിലായിരുന്നു. താജ്മഹലിനെ ചുറ്റുന്ന ചാർബാഗ് എന്ന പൂന്തോപ്പ് മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും സുന്ദരമായ ഏടാണ്. ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ എന്നീ മുൻ മുഗൾ ചക്രവർത്തിമാരുടെ സ്മൃതി കൂടാരത്തിന് ചുറ്റും ഇതേ മാതൃകയിലുള്ള പൂന്തോട്ടങ്ങളും ഉണ്ടായിരുന്നു. ഇടയിലൂടെ നദി ചാലായി ഒഴുകുമ്പോഴാണ് ഈ പൂന്തോപ്പ് രൂപപ്പെടുന്നത്. ഷാജഹാന്റെ പ്രാണനായ മുംതാസിന്റെ മകൻ തന്നെയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ പ്രാണൻ പോകുവാൻ കാരണമായി എന്നതാണ് മറ്റൊരു വിചിത്രപരമായ വസ്തുത. മുംതാസിന്റെ 6ാമത്തെ മകനായ ഔറംഗസേബ് ഷാജഹാനെ ആഗ്ര കോട്ടയിൽ തടവിലാക്കുകയായിരുന്നു. താജ്മഹൽ കണ്ടു കിടക്കുവാനുള്ള അനുവാദം മാത്രമാണ് മകനോട് ഷാജഹാൻ തേടിയത്. ഷാജഹാന്റെ മരണശേഷവും ഔറംഗസേബ് അദ്ദേഹത്തെ മുംതാസിന് തൊട്ടടുത്തായി താജ്മഹലിനുള്ളിൽ തന്നെ അടക്കം ചെയ്യുകയായിരുന്നു. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.